ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ചേട്ടൻ താമസിച്ച് പോയാൽ മതിയായിരുന്നു. രാവിലെ പോകാൻ തുടങ്ങുമ്പോൾ എല്ലാ ദിവസത്തെ പോലെ എന്നോട് ചോദിച്ച് ഇന്ന് എന്താ കാപ്പിക്കല്ല. ഞാൻ പറഞ്ഞ് ഇന്ന് അരി അരച്ച് വെച്ചിട്ടുണ്ട്, ദോശയോ ഇഡലിയോ ഉണ്ടാക്കാൻ. അപ്പം ചേട്ടൻ പറഞ്ഞ് ഇന്ന് പുട്ടുണ്ടാക്ക്, ഞാൻ വരുമ്പം പഴം വാങ്ങിച്ചുകൊണ്ട് വരാൻ. ഞാൻ പറഞ്ഞു എന്നാൽ ശരി പുട്ടുണ്ടാക്കാം. എനിക്ക് പുട്ടുണ്ടാക്കാൻ അത്ര ഇഷ്ടമുള്ള കാര്യമല്ല, കാരണം എൻ്റെ മോൻ എഴുന്നേറ്റ് വരുമ്പോൾ പുട്ടുകൂടെ അടുപ്പിലിരിക്കുന്നത് കാണുമ്പോഴേ മുഖം വീർത്ത് വരും. ഇന്നും പുട്ട് കൊണ്ട് ചോദിക്കും. 365 ദിവസത്തിൽ ഒരു ദിവസം പുട്ടുണ്ടാക്കിയാൽ അവൻ ഇത് തന്നെ ചോദിക്കും. എങ്കിലും ഞാൻ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചേട്ടൻ പറഞ്ഞതല്ലേ, പിന്നെ എളുപ്പമുണ്ട്. ഞാൻ പിന്നെ കുറേ നേരം കിടന്നിട്ട് എഴുന്നേറ്റ് വന്ന് ഗോതമ്പ് മാവ് ചൂടാക്കി, നല്ലപോലെ ചൂടാക്കി തേങ്ങ തിരുമ്മി അങ്ങനെ ഞാൻ പുട്ടുണ്ടാക്കുന്നത്. എല്ലാവരും അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കി വന്നപ്പം ചേട്ടൻ പഴമായിട്ട് വന്നത്. ഞങ്ങളങ്ങനെ പുട്ടൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മോൻ വന്നിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവനും ഒന്നും പറയാതെ പുട്ട് കഴിച്ച്. പിന്നെ അത് കഴിഞ്ഞപ്പം മീൻ കൊണ്ടുവന്ന് ചാളയാണ് ഇന്ന് കിട്ടിയത്. ഇവരാർക്കും ചാള അത്ര ഇഷ്ടമല്ലെങ്കിലും ഇന്ന് ചാള കറി വെച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ചാളക്കറിയും പുളിശ്ശേരിയും തോരനും ഒക്കെ കൂട്ടി ഞങ്ങൾ ചോറ് കഴിച്ചപ്പോൾ അത്രയേ ഉള്ളൂ.